ഹായ്, അപ്പോൾ എല്ലാവർക്കും പ്ലൂട്ടോ പി എസ് സിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസർ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ക്ലാസ്സാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിന് മുമ്പേ നമ്മൾ ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. അപ്പോൾ നമ്മളിന്ന് അബ്കാരി ആക്ടിൽ പഠിക്കാൻ പോകുന്നത് ഡ്രൈ ഡേയ്സ് ആണ്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു വാക്കാണ് നമ്മൾ ഡ്രൈ ഡേ ആയിട്ട് ആചരിക്കുന്നു എന്നൊക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം എന്താണെന്ന്. ഓക്കെ, കേരളത്തിൽ ചില പ്രത്യേക ദിവസങ്ങളിൽ എന്ത് ചെയ്യുന്നു, മദ്യവിൽപ്പനയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളതും ആ ദിവസങ്ങളിൽ മദ്യശാലകൾ നിർബന്ധമായും അടച്ചിടേണ്ടതുമാണ്. എന്ന് പറയുമ്പോൾ ചില പ്രത്യേക ദിവസങ്ങളിൽ എന്ത് ചെയ്യാൻ പാടില്ല, മദ്യവിൽപ്പനയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ ദിവസങ്ങളിൽ എന്ത് ചെയ്യാൻ പാടില്ല, മദ്യശാലകൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, അടച്ചിട്ടിരിക്കണം. ഇത്തരം ദിവസങ്ങളെ നമ്മൾ എന്തെന്ന് പറയുന്നതാ, ഡ്രൈ ഡേ എന്ന് പറയുന്നു. മനസ്സിലായോ? അപ്പോൾ ചില ദിവസങ്ങളിൽ ഞാൻ തുറക്കാൻ പാടില്ല, അടച്ചിടും. ആ ദിവസങ്ങളെയാണ് നമ്മൾ ഡ്രൈ ഡേ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതൊരു നിരോധന ദിനങ്ങളാണ്. ആ നിരോധന ദിനങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ ഗാന്ധി ജയന്തി ഒക്ടോബർ 2 എന്തായിട്ട് ആചരിക്കുന്നു, ഡ്രൈ ഡേ ആയിട്ട് ആചരിക്കുന്നു. അപ്പോൾ ഒക്ടോബർ 2 എന്തായിട്ട് ആചരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡ്രൈ ഡേ ആയി ആചരിക്കുന്നു. പിന്നെ ജനുവരി 30 മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷി ദിനവും എന്താണ്, ഡ്രൈ ഡേ ആണ്. മഹാത്മാഗാന്ധി രക്തസാക്ഷി ദിനം എന്ന് ജനുവരി 30, ഗാന്ധി ജയന്തി എന്നാണ് ഒക്ടോബർ 2. അന്ന് എന്താണ്, നമ്മുടെ നിരോധന നിയമം അല്ലെങ്കിൽ ഡ്രൈ ഡേ ആണ്. അടുത്ത ശ്രീനാരായണ ഗുരു ജയന്തി ദിനവും അതേപോലെ തന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ സമാധി ദിനവും എന്താണ്, അതും ഡ്രൈ ഡേ ആയിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ആചരിക്കുന്നു. തിരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ പോളിംഗ് അവസാനിക്കുന്ന സമയം വരെയുള്ള, നമ്മൾക്കറിയാമല്ലോ 48 മണിക്കൂർ, പ്രീവിയസ് ചോദിച്ചാണ് 48 മണിക്കൂർ, ആ സമയത്തും എന്താണ്, ആ സമയത്തും ഡ്രൈ ഡേ ആയിട്ട് ആചരിക്കുന്നു. ഓക്കെ, അപ്പോൾ തിരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ പോളിംഗ് അവസാനിക്കുന്ന സമയം വരെയുള്ള 48 മണിക്കൂർ എന്തായിട്ട് ആചരിക്കുന്നു, ഡ്രൈ ഡേ ആയി ആചരിക്കുന്നു. ഓക്കെ, ഡ്രൈ ഡേ ആയിട്ട് ആചരിക്കുന്നു. പിന്നെ വോട്ടെണ്ണൽ ദിവസവും എന്താണ്, അന്നും ഡ്രൈ ഡേ ആണ്. ഓക്കെ, വോട്ടെണ്ണൽ ദിവസവും എന്താണ്, അന്നും ഡ്രൈ ഡേ ആണ്. ഇംഗ്ലീഷ് മാസം 1-ാം തീയതി കള്ളുഷാപ്പുകൾക്കൊഴികെ ഡ്രൈ ഡേ ആണ്. അപ്പോൾ ഷാപ്പുകൾക്ക് എന്ത് ചെയ്യാം, അതിന് തുറക്കാം. പക്ഷേ ബാക്കിയുള്ളതിന് എന്താണ്, ബാക്കിയുള്ള നമ്മുടെ മദ്യശാലകൾക്ക് എന്താണ്, അത് ഡ്രൈ ഡേ ആയിട്ട് ആചരിക്കുന്നു. ഓക്കെ, അടുത്ത് ദുഃഖവെള്ളി ദിവസം എന്തായിട്ട് ആചരിക്കുന്നു, ഡ്രൈ ഡേ ആയി ആചരിക്കുന്നു. അപ്പോൾ ദുഃഖവെള്ളി ദിവസം എന്തായിട്ട് ആചരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്രൈ ഡേ ആയി ആചരിക്കുന്നു. പിന്നെ അന്താരാഷ്ട്ര മയക്കുമരുന്ന് ലഹരി വിരുദ്ധ ദിനത്തിനും എന്തായി ആചരിക്കുന്നു, ഡ്രൈ ഡേ ആയി നമ്മൾ ആചരിക്കുന്നു. അന്താരാഷ്ട്ര മയക്കുമരുന്ന് ലഹരി വിരുദ്ധ ദിനം അന്നും എന്ത് ചെയ്യുന്നു, നമ്മൾ ഡ്രൈ ഡേ ആയിട്ട് ആചരിക്കുന്നു. അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിച്ചോ, ഗാന്ധി ജയന്തി ഒക്ടോബർ 2 ഡ്രൈ ഡേ ആയിട്ട് ആചരിക്കുന്നു. മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷി ദിനം ജനുവരി 30 നമ്മൾ ഡ്രൈ ഡേ ആയി ആചരിക്കുന്നു. ശ്രീനാരായണ ഗുരു ജയന്തി ദിനം അതേപോലെ തന്നെ ശ്രീനാരായണ ഗുരു സമാധിയായ ആ ഒരു ദിനവും എന്താണ്, നമ്മൾ ഡ്രൈ ഡേ ആയി ആചരിക്കുന്നു. തിരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ പോളിംഗ് അവസാനിക്കുന്ന സമയം വരെയുള്ള ആ ഒരു 48 മണിക്കൂർ എന്ത് ചെയ്യുന്നു, നമ്മൾ ഡ്രൈ ഡേ ആയി ആചരിക്കുന്നു. പിന്നെ വോട്ടെണ്ണൽ ദിവസം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇപ്പോൾ കഴിഞ്ഞേ ഉള്ളൂ, ആ ദിവസം എന്താണ്, അന്ന് ഡ്രൈ ഡേ ആണ്. ഇംഗ്ലീഷ് മാസം 1-ാം തീയതി എന്താണ്, ഡ്രൈ ഡേ ആയി ആചരിക്കുന്നു. കള്ള് ഷാപ്പുകൾക്ക് എന്ത് ചെയ്യാം, അന്ന് തുറക്കാം. പിന്നെ ദുഃഖവെള്ളി ദിവസം ഡ്രൈ ഡേ ആയി ആചരിക്കുന്നു. പിന്നെന്താണ്, പിന്നെ നമ്മുടെ അന്താരാഷ്ട്ര മയക്കുമരുന്ന് ലഹരി വിരുദ്ധ ദിനം അന്നും എന്താണ്, അന്നും നമ്മൾ എന്ത് ചെയ്യുന്നു, ഡ്രൈ ഡേ ആയി ആചരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഡ്രൈ ഡേ എന്ന് പറയുന്നത്. നമ്മുടെ മദ്യശാലകൾ തുറക്കാൻ പറ്റാത്ത ദിവസത്തെയാണ് എന്തെന്ന് പറയുന്നത്, സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ ഡ്രൈ ഡേ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അടുത്ത് നമ്മൾ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് സെക്ഷൻസ് ഓഫ് കോമൺ ക്രൈംസ്. നിങ്ങൾക്ക് ഇത് നമ്മുടെ ഈ ഒരു സിലബസിൽ പറയുന്ന ആ അബ്കാരി ആക്ടിൽ പറയുന്ന ഭാഗമാണ്. അതാ കണ്ടല്ലോ, സെക്ഷൻസ് ഓഫ് കോമൺ ക്രൈംസ് 8 ക്ലോസ് 1, 8 ക്ലോസ് 1 and 2 അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സെക്ഷൻസ് ഓഫ് കോമൺ ക്രൈംസ് എന്ത് ചെയ്യാം, നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ അതിൽ നമ്മുടെ സെക്ഷൻ 8 ക്ലോസ് 1 ഞാൻ പറഞ്ഞതാണ്, നമ്മൾ ആദ്യമേ പറഞ്ഞതാണ്, നിങ്ങൾ ഈ സെക്ഷൻസ് മാക്സിമം ആദ്യം പഠിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് അകത്തേക്ക് പോകുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. അപ്പോൾ സെക്ഷൻ 8 ക്ലോസ് 1, അനുമതി കൂടാതെയുള്ള നിർമ്മാണം, ഇറക്കുമതി, കയറ്റുമതി, കടത്ത്, കൈവശം വയ്ക്കൽ, സംഭരണം, വിതരണം, കുപ്പിയിലാക്കി വിൽപ്പന എന്നിവ നിരോധിച്ചിരിക്കുന്ന വകുപ്പ്. സെക്ഷൻ 8
ക്ലോസ് 1. ഓക്കെ, 8 ക്ലോസ് 1. ഓക്കെ, അപ്പോൾ 8 ക്ലോസ് 1 പറയുന്നത് എന്താണ്? ഈ 2008 ഇവിടെ ഇല്ല. ഓക്കെ, അപ്പോൾ സെക്ഷൻ 8 ക്ലോസ് 1 പറയുന്നത് എന്താണ്? അനുമതി കൂടാതെയുള്ള നിർമ്മാണം, അനുമതി കൂടാതെയുള്ള നമ്മുടെ ചാരായ നിർമ്മാണം, ഇറക്കുമതി, കയറ്റുമതി, കടത്ത്, കൈവശം വയ്ക്കൽ. ശ്രദ്ധിക്കുക, അബ്കാരി നിയമമാണ്, അപ്പോൾ ചാരായവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഓക്കെ, അപ്പോൾ അനുമതി കൂടാതെയുള്ള ചാരായത്തിൻ്റെ നിർമ്മാണം, അതിൻ്റെ ഇറക്കുമതി, അതിൻ്റെ കയറ്റുമതി, അതിൻ്റെ കടത്ത്, അതിൻ്റെ കൈവശം വയ്ക്കൽ, അതിൻ്റെ സംഭരണം, അതിൻ്റെ വിതരണം, പിന്നെ അതിനെ കുപ്പിയിലാക്കി വിൽപ്പന, ഇതൊക്കെ നിരോധിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് സെക്ഷൻ 8 ക്ലോസ് 1. സെക്ഷൻസ് ഓഫ് കോമൺ ക്രൈംസിലെ 8 ക്ലോസ് 1 എന്ത്? ഇത് നിരോധിക്കുന്നു എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സെക്ഷൻ 8 ക്ലോസ് 2, അതായത് സെക്ഷൻ 8 ക്ലോസ് 2 പറയുന്നത് എന്താണ്? 8 ക്ലോസ് 1 നിബന്ധനകൾ ലംഘിച്ചാൽ ഉള്ള ശിക്ഷയാണ് 8 ക്ലോസ് 2. അപ്പോൾ സെക്ഷൻ 8 ക്ലോസ് 2 ആണ് അടുത്ത് നമ്മൾ പറഞ്ഞത്. ഇവിടെ സെക്ഷൻ 8 ക്ലോസ് 2 ഉണ്ട്. സെക്ഷൻ 8 ക്ലോസ് 2 പറയുന്നത് എന്താണ്? നമ്മുടെ സെക്ഷൻ 8 ക്ലോസ് 1 പ്രകാരം പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങൾ എന്ത് ചെയ്ത ഒരു പാലിച്ചില്ല എങ്കിൽ സെക്ഷൻ 8 ക്ലോസ് 2 പ്രകാരം എന്ത് കിട്ടും? ശിക്ഷ കിട്ടും. എന്ത് ശിക്ഷ കിട്ടും? 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയും കിട്ടും. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചോ, സെക്ഷൻസ് ആണ്. സെക്ഷൻസ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. സെക്ഷൻ 8 ക്ലോസ് 1 പറയുന്നത് എന്താണ്? അനുമതി കൂടാതെയുള്ള ചാരായത്തിൻ്റെ നിർമ്മാണം, അതിൻ്റെ ഇറക്കുമതി, അതിൻ്റെ കടത്ത്, അതിൻ്റെ കയറ്റുമതി, അതിൻ്റെ കൈവശം വയ്ക്കൽ, ചാരായത്തിൻ്റെ സംഭരണം, ചാരായത്തിൻ്റെ വിതരണം, ചാരായം കുപ്പിയിലാക്കി വിൽപ്പന എന്നിവ നിരോധിച്ചിരിക്കുന്ന വകുപ്പ്. ഏത് വകുപ്പ്? സെക്ഷൻ 8 ക്ലോസ് 1. ഓക്കെ, സെക്ഷൻ 8 ക്ലോസ് 2 പറയുന്നത് എന്താണ്? സെക്ഷൻ 8 ക്ലോസ് 1 പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ലംഘിച്ചാൽ ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ചാണ് സെക്ഷൻ 8 ക്ലോസ് 2 പറയുന്നത്. സിമ്പിളായിട്ടാണ് പറഞ്ഞു തരുന്നത്. ഓക്കെ, 8 ക്ലോസ് 2 പറയുന്നത്. ഓക്കെ, അപ്പോൾ സെക്ഷൻ 8 ക്ലോസ് 2 പ്രകാരം എന്ത് ശിക്ഷ കിട്ടും? 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയും ലഭിക്കും. ഇത് നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്. ഓക്കെ, അപ്പോൾ നോൺ ബെയിലബിൾ പഠിക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ ചോദിക്കാറില്ല. ഓക്കെ, അപ്പോൾ 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയുമാണ് സെക്ഷൻ 8 ക്ലോസ് 1 പ്രകാരം 8 ക്ലോസ് 2 നമുക്ക് എന്ത് ചെയ്യുന്നത്? കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ സെക്ഷൻ 8 ക്ലോസ് 1 ഓർത്ത് വച്ചേക്കുക. അടുത്ത സെക്ഷൻ 12 ക്ലോസ് സി, 12 ക്ലോസ് സി. എന്താണ് സെക്ഷൻ 12 ക്ലോസ് സി? സെക്ഷൻ 12 ക്ലോസ് സി പ്രകാരം ഒരു വ്യക്തിയും മദ്യവിൽപ്പനയ്ക്ക് ഉപയോഗിക്കുന്ന ഏതെങ്കിലും ലേബൽ അല്ലെങ്കിൽ സുരക്ഷാ സ്റ്റിക്കർ വ്യാജമായി നിർമ്മിക്കാൻ പാടില്ല. മനസ്സിലായോ? വേറൊന്നുമല്ല, സിമ്പിളായിട്ട് മനസ്സിലാവും. എന്താണ്? നമ്മുടെ സെക്ഷൻ 12 ക്ലോസ് സി പ്രകാരം സ്റ്റിക്കറുകൾ വ്യാജമായി, സി വെച്ച് പിടിക്കുക, സി സ്റ്റിക്കറിൻ്റെ ആ ഒരു സി കളറുള്ള ഒരു സ്റ്റിക്കറാണെന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ സെക്ഷൻ 12 ക്ലോസ് സി പ്രകാരം ഒരു വ്യക്തിയും എന്ത് ചെയ്യാൻ പാടില്ല? നമ്മുടെ മദ്യവിൽപ്പനയ്ക്ക് പല തരത്തിലുള്ള സ്റ്റിക്കർ, നമ്മുടെ കുപ്പിയിൽ ഒട്ടിക്കുന്ന സ്റ്റിക്കർ ആവാം, ആ ഒരു കേസിൽ ഒട്ടിക്കുന്ന സ്റ്റിക്കർ ആവാം, അങ്ങനെയുള്ള ഒരു വ്യക്തിയും എന്ത് ചെയ്യാൻ പാടില്ല? സെക്ഷൻ 12 ക്ലോസ് സി പ്രകാരം മദ്യവിൽപ്പനയ്ക്ക് ഉപയോഗിക്കുന്ന ഏതെങ്കിലും ലേബൽ അല്ലെങ്കിൽ സുരക്ഷാ സ്റ്റിക്കറുകൾ എന്ത് ചെയ്യാൻ പാടില്ല? വ്യാജമായി നിർമ്മിക്കാൻ പാടില്ല. അപ്പോൾ അതിലുള്ള സുരക്ഷാ സ്റ്റിക്കറുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ആരും തന്നെ വ്യാജമായി നിർമ്മിക്കാൻ പാടില്ല. സെക്ഷൻ 12 ക്ലോസ് സി, 12 ക്ലോസ് സി പറയുന്നത് സ്റ്റിക്കറിനെ കുറിച്ചാണ്. അതിൻ്റെ ശിക്ഷ എന്താണ്? 5 വർഷം വരെ തടവോ 1 ലക്ഷം രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടി കിട്ടും. അത് പറഞ്ഞത് 55 സിയിലാണ്. ഓക്കെ, അപ്പോൾ സെക്ഷൻ 12 ക്ലോസ് സി പ്രകാരം എന്തെങ്കിലും ഉഡായിപ്പ് കാണിച്ചു കഴിഞ്ഞാൽ, സ്റ്റിക്കർ ഉണ്ടാക്കി കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഉഡായിപ്പുകൾ കാണിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? 5 വർഷം വരെ തടവോ 1 ലക്ഷം രൂപ വരെ പിഴയോ അല്ലെങ്കിൽ എന്ത് ചെയ്യും? രണ്ടും കിട്ടും. 12 ക്ലോസ് സി. സി എന്ന് പറയുമ്പോൾ സ്റ്റിക്കർ, ശിക്ഷ എന്താണ്? 5 വർഷം വരെ തടവോ 1 ലക്ഷം രൂപ പിഴയോ അല്ലെങ്കിൽ എന്ത് ചെയ്യും? രണ്ടും കൂടി കിട്ടും. ഓക്കെ, ഇതൊരു നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്. അടുത്ത് സെക്ഷൻ 13. സെക്ഷൻ 13 പറയുന്നത് എന്താണ്ടാ? സർക്കാർ അനുവദിച്ച അളവിൽ കൂടുതൽ മദ്യമോ ലഹരി മരുന്നോ കൈവശം വയ്ക്കുന്നത് നിരോധിച്ചിരിക്കുന്ന വകുപ്പ്. സെക്ഷൻ 13. സെക്ഷൻ 13 പറയുന്നത് എന്താണ്? സർക്കാർ അനുവദിച്ച അളവിൽ കൂടുതൽ മദ്യമോ ലഹരി മരുന്നോ
കൈവശം വയ്ക്കുന്നത് നിരോധിച്ചിരിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 13. ശ്രദ്ധിച്ചോ, സെക്ഷൻ 13 പറയുന്നത് എന്താണ്? സർക്കാർ അനുവദിച്ചതിൽ കൂടുതൽ അളവിൽ മദ്യമോ ലഹരി മരുന്നോ കൈവശം വയ്ക്കുന്നത് നിരോധിച്ചിരിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 13. നീ 5 ലിറ്ററേ വയ്ക്കാവൂ, പക്ഷേ എൻ്റെ കയ്യിൽ ഒരു 50 ലിറ്റർ ഉണ്ടെങ്കിൽ അതെന്താണ്? അത് നിയമവിരുദ്ധമാണ്. മനസ്സിലായല്ലോ? സെക്ഷൻ 13 പ്രകാരം എന്ത് ചെയ്യും? 5000 രൂപ വരെ, നമ്മുടെ സെക്ഷൻ 63 പ്രകാരമാണ് ശിക്ഷ വിധിക്കുന്നത്. പക്ഷേ ശിക്ഷ ഓർത്തു വെച്ചോ, 5000 രൂപ വരെ പിഴയോ അല്ലെങ്കിൽ 2 വർഷം വരെ തടവോ അല്ലെങ്കിൽ രണ്ടും കൂടി എന്ത് ചെയ്യും? നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ സെക്ഷൻ 13 ഓർത്തു വെച്ചോ. സർക്കാർ ഒരു നിശ്ചിത അളവ് എന്ത് ചെയ്യുന്നുണ്ട്? മദ്യം കൈവശം വയ്ക്കുക അല്ലെങ്കിൽ ലഹരി കൈവശം വയ്ക്കുന്നതിനുള്ള ആ ഒരു ഇത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൽ കൂടുതലുണ്ടെങ്കിൽ എന്താണ്? നിന്നെ അവന്മാർ എന്ത് ചെയ്യും? അവന്മാർ എന്ന് പറയുമ്പോൾ നമ്മുടെ എന്ത് ചെയ്യും? നമ്മുടെ ഗവൺമെൻറ് എന്ത് ചെയ്യും? ഗവൺമെൻറ് തൂക്കും. ഓക്കെ, അപ്പോൾ സെക്ഷൻ 13 പറയുന്നത് സർക്കാർ അനുവദിച്ച അളവിൽ കൂടുതൽ മദ്യമോ ലഹരി മരുന്നോ കൈവശം വയ്ക്കുന്നത് നിരോധിച്ചിരിക്കുന്ന വകുപ്പ്. അപ്പോൾ സർക്കാർ അനുവദിച്ചതിൽ കൂടുതൽ അളവിൽ നമ്മുടെ മദ്യമോ ലഹരി മരുന്നോ കൈവശം വയ്ക്കുന്ന സർക്കാർ ഒരു ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട്. അതിനെക്കാട്ടും അത് അങ്ങനെ പറ്റില്ല, അത് ഓരോ നമ്മുടെ നിയമവശങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ചുമ്മാ കയറി എനിക്ക് ഇത്ര വയ്ക്കാമെന്നൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് സാധാരണ ഒരു മനുഷ്യൻ ഇത്ര അളവ് വയ്ക്കാം, നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ പഠിക്കാം. ഓക്കെ, അപ്പോൾ സർക്കാർ അനുവദിച്ച അളവിൽ കൂടുതൽ മദ്യമോ ലഹരി മരുന്നോ കൈവശം വയ്ക്കുന്നത് നിരോധിച്ചിരിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 13. സെക്ഷൻ 13 പ്രകാരം എന്തെങ്കിലും നമ്മളങ്ങനെ കൂടുതൽ വച്ചു കഴിഞ്ഞാൽ ശിക്ഷ എന്ത് കിട്ടും? 5000 രൂപ വരെ പിഴയോ അല്ലെങ്കിൽ 2 വർഷം വരെ തടവോ അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇത് രണ്ടും കൂടി ശിക്ഷയായിട്ട് കിട്ടും. ഇത് പറയുന്നത് ഈ ഒരു ശിക്ഷയെക്കുറിച്ച് പറയുന്നത് സെക്ഷൻ 63 ആണ്. ഇതൊരു ബെയിലബിൾ ഒഫൻസ് ആണ്. ഓക്കെ, ബെയിലബിൾ ഒഫൻസ് ആണ്. സെക്ഷൻ 13 ഓർത്ത് വെച്ചോ. നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് നോക്കിയിട്ട് തിരിച്ചൊന്നും കൂടി ഒന്ന് റിപ്പീറ്റ് അടിക്കാം. ഓക്കെ, അടുത്ത് സെക്ഷൻ 13(1). സെക്ഷൻ 13(1) പറയുന്നത് എന്താണ്? സ്വന്തം ആവശ്യത്തിന് വേണ്ടി മദ്യമോ ലഹരി മരുന്നുകളോ കൈവശം വയ്ക്കുന്നതിന് അനുവദിച്ചിട്ടുള്ള ലൈസൻസിന് ഫീസ് ഈടാക്കുവാൻ പാടുള്ളതല്ല. അപ്പോൾ സെക്ഷൻ 13(1) പറയുന്നത് എന്താണ്? സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി അവൻ്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി അവന് സ്വന്തമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മദ്യമോ ലഹരി മരുന്നുകളോ കൈവശം വയ്ക്കുന്നതിന് അനുവദിച്ചിട്ടുള്ള ലൈസൻസിന് ഫീസ് ഈടാക്കുവാൻ പാടുള്ളതല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു സ്വന്തം ആവശ്യത്തിന് വേണ്ടി മദ്യമോ ലഹരി മരുന്നുകളോ കൈവശം വയ്ക്കുന്നതിന് അനുവദിച്ചിട്ടുള്ള ലൈസൻസിന് ഫീസ് ഈടാക്കുവാൻ പാടുള്ളതല്ല എന്നാണ് സെക്ഷൻ 13(1) പറയുന്നത്. ഇതിപ്പോൾ നമ്മുടെ അബ്കാരി നിയമപ്രകാരമാണ്. ഇതിൽ നമ്മൾ മറ്റേ കഞ്ചാവും അതൊന്നും ഓർത്ത് വയ്ക്കരുത്. ഓക്കെ, അപ്പോൾ സെക്ഷൻ 13(1) പ്രകാരം എന്താണ് പറയുന്നത്? നമ്മുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി, ഒരു വ്യക്തിയുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി മദ്യമോ ലഹരി മരുന്നുകളോ കൈവശം വയ്ക്കുന്നതിന് അനുവദിച്ചിട്ടുള്ള ആ ഒരു ലൈസൻസിന് ഫീസ് ഈടാക്കുവാൻ പാടുള്ളതല്ല എന്നാണ് ഇവിടെ പറയുന്നത്. സെക്ഷൻ 13 ക്ലോസ് 1. ഓക്കെ, സ്വന്തം ആവശ്യത്തിന് വേണ്ടി സെക്ഷൻ 13 ക്ലോസ് 1 പറയുന്നത് എന്താണ്? സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഇങ്ങനെയുള്ള മദ്യമോ ലഹരി മരുന്നുകളോ കൈവശം വയ്ക്കുന്നതിന് അനുവദിച്ചിട്ടുള്ള ആ ഒരു ലൈസൻസിന് ഫീസ് ഈടാക്കുവാൻ പാടുള്ളതല്ല എന്നാണ് സെക്ഷൻ 13 ക്ലോസ് 1 പറയുന്നത്. അടുത്ത സെക്ഷൻ 13 ക്ലോസ് 2 ആണ് വിദേശ മദ്യം കൈവശം വയ്ക്കുന്നതിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന വകുപ്പ്. സെക്ഷൻ 13 ക്ലോസ് 2 ഓർത്തു വെച്ചോ. വിദേശ മദ്യം കൈവശം വയ്ക്കുന്നതിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന വകുപ്പ് സെക്ഷൻ 13 ക്ലോസ് 2. വിദേശ മദ്യം കൈവശം വയ്ക്കുന്നതിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന വകുപ്പ് സെക്ഷൻ 13 ക്ലോസ് 2. വിദേശ മദ്യം കൈവശം വയ്ക്കുന്നതിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന വകുപ്പ് സെക്ഷൻ 13 ക്ലോസ് 2. 13 ക്ലോസ് 2 വിദേശ മദ്യം കൈവശം വച്ചിരിക്കുന്നത്. അടുത്ത സെക്ഷൻ 13 ക്ലോസ് എ. സെക്ഷൻ 13A ക്ലോസ് ഇല്ല, 13A. അപ്പോൾ സെക്ഷൻ 13A പറയുന്നത് എന്താണ്? നമ്മൾ 13(2) പറഞ്ഞു, വിദേശ മദ്യം കൈവശം വയ്ക്കുന്നതിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 13 ക്ലോസ് 2. അത് കഴിഞ്ഞ് സെക്ഷൻ 13A പറയുന്നത് എന്താണ്? 13A പറയുന്നത് മദ്യമോ മയക്കുമരുന്നോ കൈവശം വയ്ക്കുന്നത് നിരോധിക്കുന്നതിനുള്ള സർക്കാരിൻ്റെ അധികാരത്തെക്കുറിച്ച്. ഓക്കെ, സർക്കാരിന് എപ്പോൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇതൊക്കെ നിരോധിക്കാം. അപ്പോൾ മദ്യമോ മയക്കുമരുന്നോ കൈവശം വയ്ക്കുന്നത് നിരോധിക്കുന്നതിനുള്ള സർക്കാരിൻ്റെ അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏത്? സെക്ഷൻ
13A. ഓക്കെ, മദ്യമോ മയക്കുമരുന്നോ കൈവശം വയ്ക്കുന്നത് നിരോധിക്കുന്നതിനുള്ള, ഒരു വ്യക്തിയുടെ കൈവശം മദ്യമോ മയക്കുമരുന്നോ വയ്ക്കുന്നത് നിരോധിക്കുന്നതിനുള്ള സർക്കാരിൻ്റെ അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ 13A. ഏത്? സെക്ഷൻ 13A. എൻ്റെ കയ്യിൽ മദ്യം വയ്ക്കുന്ന, അങ്ങനെ ഒന്ന് ഓർത്ത് വെച്ചാൽ, എൻ്റെ കയ്യിൽ മദ്യം വയ്ക്കുന്നത് സർക്കാരിന് നിരോധിക്കാം, സെക്ഷൻ 13A. ഓക്കെ, സർക്കാർ വിജ്ഞാപനം വഴി സംസ്ഥാനത്തൊട്ടാകെ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രാദേശിക പ്രദേശത്ത് ഏതെങ്കിലും വ്യക്തികളോ മദ്യമോ ലഹരി മരുന്നുകളോ കൈവശം വയ്ക്കുന്നത് പൂർണ്ണമായോ അല്ലെങ്കിൽ നിബന്ധനകൾക്ക് വിധേയമായോ നിരോധിക്കാൻ ആർക്ക് അധികാരമുണ്ടടാ? സർക്കാരിന് അധികാരമുണ്ട്. ഓക്കെ, അപ്പോൾ സർക്കാർ വിജ്ഞാപനം വഴി സംസ്ഥാനത്തൊട്ടാകെ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രാദേശിക പ്രദേശത്ത് ഏതെങ്കിലും വ്യക്തികളോ മദ്യമോ ലഹരി മരുന്നുകളോ കൈവശം വയ്ക്കുന്നത് പൂർണ്ണമായോ അല്ലെങ്കിൽ നിബന്ധനകൾക്ക് വിധേയമായോ നിരോധിക്കാൻ ആർക്കധികാരമുണ്ട്? നമ്മുടെ സർക്കാരിന് അധികാരമുണ്ട്. ഏത് വകുപ്പ് പ്രകാരം അധികാരമുണ്ട്? സെക്ഷൻ 13A പ്രകാരം നമ്മുടെ സർക്കാരിന് അധികാരം ഉണ്ട്. ഓക്കെ, അടുത്ത് സെക്ഷൻ 15. സെക്ഷൻ 15 പറയുന്നത് എന്താണ്? ലൈസൻസ് ഇല്ലാതെ കള്ളൊഴികെയുള്ള മദ്യമോ ലഹരി മരുന്നോ വിൽക്കാൻ പാടില്ല എന്ന് പറയുന്നത് സെക്ഷൻ 15. അപ്പോൾ ലൈസൻസ് ഇല്ലാതെ കള്ളൊഴികെയുള്ള ഒരു മദ്യമോ ലഹരി മരുന്നോ വിൽക്കാൻ പാടില്ല എന്ന് പരാമർശിക്കുന്ന വകുപ്പ് സെക്ഷൻ 15. ഓർത്തു വച്ചോ, ലൈസൻസ് ഇല്ലാതെ കള്ള് ഒഴികെയുള്ള മദ്യമോ ലഹരി മരുന്നോ വിൽക്കാൻ പാടില്ല എന്ന് പരാമർശിക്കുന്ന വകുപ്പ് ഏത്? സെക്ഷൻ 15. ഓക്കെ, ലൈസൻസ് ഇല്ലാതെ കള്ള് ഒഴികെയുള്ള മദ്യമോ ലഹരി മരുന്നോ വിൽക്കാൻ പാടില്ല എന്ന് പരാമർശിക്കുന്ന വകുപ്പ് സെക്ഷൻ 15. കള്ള് ചത്താൻ അവകാശമുള്ള വ്യക്തിക്ക് ലൈസൻസ് ഇല്ലാതെ തന്നെ അബ്കാരി നിയമപ്രകാരം കള്ള് നിർമ്മിക്കാനോ വിൽക്കാനോ ലൈസൻസ് ഉള്ള വ്യക്തിക്ക് അത് വിൽക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഒരു കള്ള് ചത്താൻ അധികാരം അല്ലെങ്കിൽ അവകാശമുള്ള ഒരു വ്യക്തിക്ക് ലൈസൻസ് ഇല്ലാതെ തന്നെ എന്ത് ചെയ്യാം? അബ്കാരി നിയമപ്രകാരം കള്ള് നിർമ്മിക്കാം, പിന്നെ വിൽക്കാം, പിന്നെ എന്ത് ചെയ്യാം? ലൈസൻസ് ഉള്ള വ്യക്തിക്ക് എന്ത് ചെയ്യാം? ആ ഒരു കള്ള് വിൽക്കാനും പറ്റും എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇതാണ് ഇവിടെ പറയുന്നത്. അടുത്ത്, ഒരു വ്യക്തി തൻ്റെ സ്വകാര്യ ആവശ്യത്തിനായി നിയമപരമായി വാങ്ങിയ വിദേശ മദ്യം വിൽക്കുന്നതിന് ഈ വകുപ്പിലെ വ്യവസ്ഥകൾ ബാധകമല്ല. അപ്പോൾ ഒരു വ്യക്തി അവൻ്റെ സ്വകാര്യ ആവശ്യത്തിനായി നിയമപരമായി വാങ്ങിയ ഒരു വിദേശ മദ്യം അത് വിൽക്കുന്നതിന് എന്തല്ല? ഈ ഒരു വകുപ്പിലെ വ്യവസ്ഥകൾ ബാധകമല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു വ്യക്തി തൻ്റെ സ്വകാര്യ ആവശ്യത്തിനായി അവൻ നിയമപരമായി വാങ്ങിയ ഒരു വിദേശ മദ്യം, ആ ഒരു വിദേശ മദ്യം വിൽക്കുന്നതിന് ഈ വകുപ്പിലെ വ്യവസ്ഥകൾ ബാധകമല്ല എന്നും കൂടി ഇവിടെ ഓർത്ത് വച്ചേക്കുക. അപ്പോൾ സെക്ഷൻ 15 പറയുന്നത് എന്താണ്? ലൈസൻസ് ഇല്ലാതെ കള്ളൊഴികെയുള്ള മദ്യമോ ലഹരി മരുന്നോ വിൽക്കാൻ പാടില്ല എന്ന് പരാമർശിക്കുന്ന വകുപ്പ് സെക്ഷൻ 15. ഇത് ഓർത്ത് വെച്ചോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ജസ്റ്റ് ഓട്ടിച്ചിട്ട് വരാം. നമ്മൾ ഇന്ന് നോക്കിയ എന്ത് ചെയ്യാം? നമ്മുടെ സെക്ഷൻസ് ഒന്ന് നോക്കാം. അപ്പോൾ സെക്ഷൻസ് ഓഫ് കോമൺ ക്രൈംസ് നമ്മൾ ഡ്രൈ ഡേയ്സ് ഒക്കെ പഠിച്ചു. സെക്ഷൻസ് ഓഫ് കോമൺ ക്രൈംസിൽ നമ്മൾ ആദ്യം പറഞ്ഞത് സെക്ഷൻ 8 ക്ലോസ് 1 എന്തായിരുന്നു? അനുമതി കൂടാതെ നമ്മുടെ ചാരായത്തിൻ്റെ നിർമ്മാണം, ഇറക്കുമതി, കയറ്റുമതി, കടത്ത്, കൈവശം വയ്ക്കൽ, സംഭരണം, വിതരണം, കുപ്പിയിലാക്കി വിൽപ്പന, ഇങ്ങനെയുള്ള ചാരായത്തിൻ്റെ പരിപാടിയൊക്കെ നിരോധിക്കുന്നു എന്ന് പറയുന്ന വകുപ്പ് സെക്ഷൻ 8 ക്ലോസ് 1. അപ്പോൾ സെക്ഷൻ 8 ക്ലോസ് 1 പ്രകാരം എന്തെങ്കിലും ഉടായ്പ് കാണിച്ചു കഴിഞ്ഞാൽ സെക്ഷൻ 8 ക്ലോസ് 2 പ്രകാരം ആ ഒരു ഉടായ്പ് കാണിക്കുന്ന ആൾക്ക് എന്ത് ചെയ്യും? 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയും കിട്ടും. അതൊരു നോൺ ബെയിലബിൾ ഒഫൻസും ആണ്. അത് കഴിഞ്ഞ് പറഞ്ഞത് സെക്ഷൻ 12C ആണ്. സി എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? ഒരു വ്യക്തിയും മദ്യവിൽപ്പനയ്ക്ക് ഉപയോഗിക്കുന്ന ഏതെങ്കിലും ലേബൽ അല്ലെങ്കിൽ സുരക്ഷാ സ്റ്റിക്കർ വ്യാജമായി നിർമ്മിക്കാൻ പാടില്ല എന്ന് പറയുന്നത് സെക്ഷൻ 12 ക്ലോസ് സി. നമ്മുടെ സ്റ്റിക്കർ അല്ലെങ്കിൽ ആ ഒരു ലേബൽ വ്യാജമായി നിർമ്മിക്കാൻ പാടില്ല, സെക്ഷൻ 12 ക്ലോസ് സി. 5 വർഷം വരെ തടവോ 1 ലക്ഷം രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടി കിട്ടും. സെക്ഷൻ 12 ക്ലോസ് സി ആണ്. സെക്ഷൻ 55 സി പ്രകാരമാണെന്ത് ഇത് പറയുന്നത്? ഇതൊരു നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്. അത് കഴിഞ്ഞ് പറഞ്ഞത് സെക്ഷൻ 13 സർക്കാർ അനുവദിച്ച അളവിൽ കൂടുതൽ മദ്യമോ ലഹരി മരുന്നോ
കൈവശം വയ്ക്കുന്നത് നിരോധിച്ചിരിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 13. സെക്ഷൻ 13 പ്രകാരം എന്ത് ശിക്ഷ കിട്ടും? 5000 രൂപ വരെ പിഴ, അല്ലെങ്കിൽ 2 വർഷം വരെ തടവ്, അല്ലെങ്കിൽ രണ്ടും കൂടി കിട്ടും. ഇതൊരു ബെയിലബിൾ ഒഫൻസ് ആണ്, സെക്ഷൻ 13. അത് കഴിഞ്ഞ് സെക്ഷൻ 13 ക്ലോസ് 1 എന്തായിരുന്നു? സ്വന്തം ആവശ്യത്തിന് വേണ്ടി മദ്യമോ ലഹരി മരുന്നുകളോ കൈവശം വയ്ക്കുന്നതിന് അനുവദിച്ചിട്ടുള്ള ലൈസൻസിന് എന്ത് കൊടുക്കാൻ പാടില്ല? ഫീസ് ഈടാക്കുവാൻ പാടുള്ളതല്ല. സ്വന്തം ആവശ്യത്തിന് ഫീസ് വേണ്ട, സെക്ഷൻ 13(1). അത് കഴിഞ്ഞ് സെക്ഷൻ 13(2) പറയുന്നത് എന്താണ്? വിദേശ മദ്യം കൈവശം വയ്ക്കുന്നതിനെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന വകുപ്പ് സെക്ഷൻ 13 ക്ലോസ് 2. ഓക്കെ, വിദേശ മദ്യം കൈവശം വച്ചിരിക്കുന്നതിനെ കുറിച്ച് പറയുന്ന വകുപ്പ് സെക്ഷൻ 13 ക്ലോസ് 2. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞു സെക്ഷൻ 13(a). എന്തായിരുന്നു 13(a) പറയുന്നത്? മദ്യമോ മയക്കുമരുന്നോ കൈവശം വയ്ക്കുന്നത് നിരോധിക്കുന്നതിനുള്ള ആരുടെ അധികാരം? സർക്കാരിൻ്റെ അധികാരം. സർക്കാരിൻ്റെ അധികാരമാണ് സെക്ഷൻ 13(a). ഓക്കെ, മദ്യമോ ലഹരി മരുന്നോ കൈവശം വയ്ക്കുന്നത് നിരോധിക്കുന്നതിനുള്ള സർക്കാരിൻ്റെ അധികാരമാണിത്, സെക്ഷൻ 13(a). സെക്ഷൻ 13(a). അത് കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ഏതായിരുന്നു? സെക്ഷൻ 15. ലൈസൻസ് ഇല്ലാതെ കള്ളൊഴികെയുള്ള മദ്യമോ ലഹരി മരുന്നോ വിൽക്കാൻ പാടില്ല എന്ന് പരാമർശിക്കുന്നത് സെക്ഷൻ 15. ലൈസൻസ് ഇല്ലാതെ കള്ള് ഒഴികെയുള്ള ഒരു മദ്യമോ ലഹരി മരുന്നോ വിൽക്കാൻ പാടില്ല എന്ന് പറയുന്നത് സെക്ഷൻ 15. ഓക്കെ, അടുത്ത നമ്മുടെ സെക്ഷനാണ് സെക്ഷൻ 15(a). സെക്ഷൻ 15(a) പറയുന്നത് എന്താണ്? 23 വയസ്സിന് താഴെയുള്ള കുട്ടികൾ മദ്യം ഉപയോഗിക്കുന്നത് നിരോധിച്ചിരിക്കുന്ന വകുപ്പേത്? സെക്ഷൻ 15(a). ഓർത്തു വെച്ചോ, 23 വയസ്സിന് താഴെയുള്ള കുട്ടികൾ എന്ത് ചെയ്യാൻ പാടില്ല? മദ്യം ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ അത് നിരോധിച്ചിരിക്കുന്ന വകുപ്പ് ഏതാണ്? ചോദ്യം വന്നു കഴിഞ്ഞാൽ ഏതെഴുതും? സെക്ഷൻ 15(a). ഓക്കെ, 23 വയസ്സിന് താഴെയുള്ള വ്യക്തികൾ മദ്യം ഉപയോഗിക്കുന്നത് നിരോധിച്ചിരിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പേത്? സെക്ഷൻ 15(a). 15(a). ഓക്കെ, 23 വയസ്സിന് താഴെയാണെങ്കിൽ എന്ത്? 15(a). ശിക്ഷ എന്താണ്? 5000 രൂപ വരെ പിഴയോ, അല്ലെങ്കിൽ 2 വർഷം വരെ തടവോ, അല്ലെങ്കിൽ രണ്ടും കൂടി എന്ത് ചെയ്യും? കിട്ടും. ഇത് സെക്ഷൻ 63 പ്രകാരമാണ്. ഇതൊരു ബെയിലബിൾ ഒഫൻസ് ആണ്. അത് നിങ്ങൾ പഠിക്കണമെന്നില്ല, ശിക്ഷ പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ സെക്ഷൻ 15(a) പറയുന്നത് 23 വയസ്സിന് താഴെയുള്ള വ്യക്തികൾ മദ്യം ഉപയോഗിക്കുന്നത് നിരോധിച്ചിരിക്കുന്ന വകുപ്പ് സെക്ഷൻ 15(a). ഇത് പഠിച്ചോ. 23 വയസ്സിന് താഴെ പ്രായമുള്ള വ്യക്തികൾ മദ്യം ഉപയോഗിക്കുന്നത് നിരോധിച്ചിരിക്കുന്ന വകുപ്പ് ഏത്? സെക്ഷൻ 15(a). ശിക്ഷ എന്താണ്? 5000 രൂപ വരെ പിഴ, അല്ലെങ്കിൽ 2 വർഷം വരെ തടവോ, അല്ലെങ്കിൽ രണ്ടും കൂടിയോ കിട്ടും, സെക്ഷൻ 15(a). അടുത്ത സെക്ഷൻ 15(b). 23 വയസ്സിന് താഴെയുള്ള വ്യക്തികൾക്ക്, അല്ലെങ്കിൽ ആ ഒരു കുട്ടിയെന്ന് പറയാൻ പറ്റില്ല, വ്യക്തികൾക്ക് മദ്യം വിൽക്കുന്നത് നിരോധിച്ചിരിക്കുന്ന വകുപ്പ്. നേരത്തെ ഉപയോഗിച്ചാൽ, ഇപ്പം എന്താണ്? വിൽക്കുന്നത്. അപ്പോൾ ആ ഒരു സെക്ഷനാണ് സെക്ഷൻ 15(b). ഓക്കെ, 15(a) എന്ന് പറയുമ്പോൾ അവർ ഉപയോഗിക്കുന്നത്, 15(b) എന്ന് പറയുമ്പോൾ അവർക്ക് എന്ത് ചെയ്യുന്നത്? വിൽക്കുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക. സെക്ഷൻ 15(b) പറയുന്നത് എന്താണ്? 23 വയസ്സിന് താഴെയുള്ള വ്യക്തികൾക്ക് മദ്യം വിൽക്കുന്നത് നിരോധിച്ചിരിക്കുന്ന വകുപ്പ് സെക്ഷൻ 15(b). 23 വയസ്സിനു താഴെയുള്ള വ്യക്തികൾക്ക് മദ്യം വിൽക്കുന്നത് നിരോധിച്ചിരിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 15(b). ശിക്ഷ എന്താണ്ടാ? 5000 രൂപ വരെ പിഴയോ, അല്ലെങ്കിൽ 2 വർഷം വരെ തടവോ, അല്ലെങ്കിൽ രണ്ടും കൂടിയോ കിട്ടും. ഇത് ബെയിലബിൾ ഒഫൻസ് ആണ്. ഇത് നമ്മുടെ 15(a)യുടെയും 15(b)യുടെയും ശിക്ഷ എന്താണ്? സെയിം ആണ്. 5000 രൂപ വരെ പിഴയോ, അല്ലെങ്കിൽ 2 വർഷം വരെ തടവോ, അല്ലെങ്കിൽ രണ്ടും കൂടിയോ. 15(a) ആണെങ്കിൽ ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള ശിക്ഷ, അതിൻ്റെയും 5000 രൂപ പിഴ, അല്ലെങ്കിൽ 2 വർഷം തടവ്, അല്ലെങ്കിൽ രണ്ടും കൂടി. 15(b) പറയുന്നത് അങ്ങനെയുള്ള 23 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഈ മദ്യം വിൽക്കുന്നത് നിരോധിച്ചിരിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 23. നമ്മുടെ 15(b) പറയുന്നു. അതിൻ്റെയും ശിക്ഷ സെയിം ആണ്. എന്താണ്? 5000 രൂപ വരെ പിഴ, അല്ലെങ്കിൽ 2 വർഷം തടവ്, അല്ലെങ്കിൽ രണ്ടും കൂടി. 15(a)യും 15(b)യും. ഓക്കെ, 15(a), 15(b). 15(a) ഉപയോഗിക്കുന്നത്, 15(b) വിൽക്കുന്നത്, കുട്ടികൾക്ക് വിൽക്കുന്നത്. ഓക്കെ, അടുത്ത് 15(c). സെക്ഷൻ 15(c) എന്താണ്?
പൊതുസ്ഥലത്ത് മദ്യത്തിൻ്റെ ഉപഭോഗം നിരോധിച്ചിരിക്കുന്ന വകുപ്പ്. ഓക്കെ, അപ്പോൾ സെക്ഷൻ 15C പറയുന്നത് എന്താണ്? പൊതുസ്ഥലത്ത് മദ്യത്തിൻ്റെ ഉപഭോഗം നിരോധിച്ചിരിക്കുന്ന വകുപ്പ്. ഏത് വകുപ്പ്? സെക്ഷൻ 15C. ഓക്കെ, സെക്ഷൻ 15C പറയുന്നത് എന്താണ്? പൊതുസ്ഥലത്ത് മദ്യത്തിൻ്റെ ഉപഭോഗം നിരോധിച്ചിരിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 15C. ശിക്ഷ എന്താണ്? 5000 രൂപ വരെ പിഴയോ അല്ലെങ്കിൽ 2 വർഷം വരെ തടവോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ. ഇവിടെയും എന്താണ്? ശിക്ഷ സെയിം ആണ്. അപ്പോൾ 15A, 15B, 15C മനസ്സിലായല്ലോ. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ശിക്ഷ സെയിം ആണ്. ഈ ശിക്ഷയെക്കുറിച്ച് പറയുന്ന വകുപ്പ് സെക്ഷൻ 63 ആണെന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചോ. ഓക്കെ, 15A എന്ന് പറയുമ്പോൾ എന്താണ്? 15A എന്ന് പറയുമ്പോൾ മദ്യം ഉപയോഗിക്കുന്നത്, 15B എന്ന് പറയുമ്പോൾ മദ്യം ആ കുട്ടികൾക്ക് 23 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വിൽക്കുന്നത്, പിന്നെ 15C എന്ന് പറയുമ്പോൾ എന്താണ്? പൊതുസ്ഥലത്ത് മദ്യത്തിൻ്റെ ഉപഭോഗം നിരോധിച്ചിരിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 15C. ശിക്ഷ എന്താണ്? ഇതിൻ്റെ മൂന്നിൻ്റെയും ശിക്ഷ 5000 രൂപ വരെ പിഴ അല്ലെങ്കിൽ 2 വർഷം തടവ് അല്ലെങ്കിൽ എന്ത് ചെയ്യും? രണ്ടും കൂടി കിട്ടും. ഈ ശിക്ഷയെക്കുറിച്ച് പറയുന്നത് സെക്ഷൻ 63 ആണ്. ഓക്കെ, ഇത് മൂന്നും എന്താണ്? മൂന്നും ബെയിലബിൾ ഒഫൻസ് ആണ്. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചോ. കറക്റ്റായിട്ട് 3 എണ്ണം കിട്ടും. സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ 15C നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത് സെക്ഷൻ 55. സെക്ഷൻ 55 പറയുന്നത് എന്താണ്? മദ്യത്തിൻ്റെയോ മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെയോ അനധികൃത ഇറക്കുമതി, കയറ്റുമതി, നിർമ്മാണം എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. സെക്ഷൻ 55. ഓക്കെ, മദ്യത്തിൻ്റെയോ മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെയോ അനധികൃതമായിട്ടുള്ള എന്ന് പറയുമ്പോൾ അനധികൃതം എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ആ ഒരു ലൈസൻസോ അംഗീകാരമോ ഇല്ലാതെ ഉള്ള പരിപാടിയാണ് അനധികൃതം എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ മദ്യത്തിൻ്റെയോ മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെയോ അനധികൃതമായ ഇറക്കുമതി, കയറ്റുമതി, അതിൻ്റെ നിർമ്മാണം എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ 55. ഓക്കെ, മദ്യത്തിൻ്റെയോ മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെയോ അനധികൃതമായ ഇറക്കുമതി, കയറ്റുമതി, അതിൻ്റെ നിർമ്മാണം എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ 55. ഏത് സെക്ഷൻ? സെക്ഷൻ 55. അടുത്ത സെക്ഷൻ 55 ക്ലോസ് എ. സെക്ഷൻ 55 ക്ലോസ് എ പറയുന്നത് എന്താണ്? നിയമമോ ഉത്തരവോ ലംഘിച്ചുകൊണ്ട് മദ്യം, ലഹരിമരുന്ന് ഇവയുടെ ഇറക്കുമതി, കയറ്റുമതി, കടത്ത്, ട്രാൻസിറ്റ്, കൈവശം വയ്ക്കൽ എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ നിയമം അല്ലെങ്കിൽ ഉത്തരവ് അങ്ങനെയുള്ള ആകെ കാര്യങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട് നീ എന്തോ ചെയ്തോ എന്നുള്ള പരിപാടിയിൽ എന്ത് ചെയ്യുക? മദ്യം, ലഹരിമരുന്ന് ഇവയുടെ ഇറക്കുമതി, ഇതിൻ്റെ കയറ്റുമതി, ഇതിൻ്റെ കടത്ത്, ഇതിൻ്റെ ട്രാൻസിറ്റ്, ഇതിൻ്റെ കൈവശം വയ്ക്കൽ എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 55 ക്ലോസ് എ. സെക്ഷൻ 55 ക്ലോസ് എ. ശിക്ഷ എന്താണ്? 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയും കിട്ടും. ശിക്ഷ വളരെ കുറവാണ്. കാരണം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്താണ്? ഇതൊക്കെ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ശിക്ഷ എന്താണ്? 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയുമാണ് സെക്ഷൻ 55A പ്രകാരം കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ 55A ഓർത്ത് വച്ചേക്കുക. നിയമമോ ഉത്തരവോ ലംഘിച്ചുകൊണ്ട് മദ്യം, ലഹരിമരുന്ന് ഇവയുടെ ഇറക്കുമതി, കയറ്റുമതി, കടത്ത്, ട്രാൻസിറ്റ്, അതിൻ്റെ കൈവശം വയ്ക്കൽ എന്നിവയെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 55A. ശിക്ഷ എന്താണ്? 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയും എന്ത് ചെയ്യും? കിട്ടും. ഓക്കെ, ഇതാണ് ഇവിടെ പറയുന്നത്. അടുത്ത് സെക്ഷൻ 55A പറഞ്ഞു. അടുത്ത് സെക്ഷൻ 55B എന്താണ്? നിയമമോ ഉത്തരവോ ലംഘിച്ചുകൊണ്ട് മദ്യമോ ലഹരി മരുന്നുകളോ നിർമ്മിക്കുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. ശ്രദ്ധിച്ചോ, നമ്മൾ നേരത്തെ പറഞ്ഞു അത് നമ്മൾ സെക്ഷൻ 55A പറഞ്ഞത് നമ്മുടെ ലംഘിച്ചുകൊണ്ട് ഇതിൻ്റെയൊക്കെ ഇറക്കുമതി, കയറ്റുമതി, കടത്ത്, ട്രാൻസിറ്റ്, കൈവശം വയ്ക്കൽ ഇതെല്ലാം കൂടിയാണ് നമ്മൾ സെക്ഷൻ 55A പറഞ്ഞത്. എന്നാൽ സെക്ഷൻ 55B പ്രകാരം എന്താണ്? നിയമമോ ഉത്തരവോ ലംഘിച്ചുകൊണ്ട് മദ്യമോ ലഹരി മരുന്നുകളോ നിർമ്മിക്കുന്നതിനെക്കുറിച്ചാണ് സെക്ഷൻ 55B പറയുന്നത്. ഓക്കെ, സെക്ഷൻ 55B പറയുന്നത് എന്താണ്? നിയമമോ ഉത്തരവോ ലംഘിച്ചുകൊണ്ട് നമ്മുടെ മദ്യം അല്ലെങ്കിൽ ലഹരി മരുന്നുകൾ എന്ത് ചെയ്യുക? നിർമ്മിക്കുന്ന ആ ഒരു പരിപാടിയാണ് സെക്ഷൻ 55B പറയുന്നത്. ഓക്കെ, ശിക്ഷ എന്താണ്? 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയും.
നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 55A-യും 55B-യുടെയും ശിക്ഷ സെയിം ആണ്, നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്. ഓക്കെ, അപ്പോൾ ശിക്ഷ 55A-യുടെയും 55B-യുടെയും എന്താണ്, സെയിം ആണ്. 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയുമാണ് ശിക്ഷയായിട്ട് കിട്ടുന്നത്. അപ്പോൾ സെക്ഷൻ ബി എന്താണ്, നിർമ്മാണത്തെക്കുറിച്ചാണ് പറയുന്നത്. നിയമമോ ഉത്തരവോ ലംഘിച്ചുകൊണ്ട് മദ്യമോ ലഹരി മരുന്നുകളോ നിർമ്മിക്കുന്നതിനെക്കുറിച്ചാണ് സെക്ഷൻ 55B പറയുന്നത്. ഓക്കെ, അടുത്ത് സെക്ഷൻ 55F. 55F പറയുന്നത് എന്താണ്, അബ്കാരി നിയമത്തിന് വിരുദ്ധമായി മദ്യം നിർമ്മിക്കുന്ന ഏതെങ്കിലും ഡിസ്റ്റിലറി, ബ്രൂവറി, വൈനറി അല്ലെങ്കിൽ മറ്റ് ഫാക്ടറികൾ നിർമ്മിക്കുന്നത് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ 55F. ഓക്കെ, അപ്പോൾ അബ്കാരി നിയമത്തിന് വിരുദ്ധമായി മദ്യം നിർമ്മിക്കുന്ന ഏതെങ്കിലും ഡിസ്റ്റിലറി, ബ്രൂവറി, വൈനറി അല്ലെങ്കിൽ മറ്റ് ഫാക്ടറികൾ നിർമ്മിക്കുന്നത് അല്ലെങ്കിൽ അതിനെന്ത് ചെയ്യുക, പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. ഏത് വകുപ്പ്? സെക്ഷൻ 55F. ഓക്കെ, നിങ്ങൾ സ്ക്രീനിൽ കാണുമ്പോൾ അത് ജസ്റ്റ് ഒരു ഇതുണ്ട്, അത് നമുക്ക് പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് പോകുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ സെക്ഷൻ 55F പറയുന്നത് എന്താണ്, അബ്കാരി നിയമത്തിന് വിരുദ്ധമായി മദ്യം നിർമ്മിക്കുന്ന ഏതെങ്കിലും ഡിസ്റ്റിലറി, ബ്രൂവറി അല്ലെങ്കിൽ ഇതെവിടെ ഉണ്ട്. ഓക്കെ, അബ്കാരി നിയമത്തിന് വിരുദ്ധമായി മദ്യം നിർമ്മിക്കുന്ന ഏതെങ്കിലും ഡിസ്റ്റിലറി അല്ലെങ്കിൽ ബ്രൂവറി അല്ലെങ്കിൽ വൈനറി അല്ലെങ്കിൽ മറ്റ് ഫാക്ടറികൾ നിർമ്മിക്കുന്നത് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. ഏത്? സെക്ഷൻ 55F. സെക്ഷൻ 55F പ്രകാരം എന്ത് കിട്ടും? 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയും കിട്ടും. ഇതാണ് സെക്ഷൻ 55F പ്രകാരം കിട്ടുന്ന ശിക്ഷ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഒന്നുകൂടി സെക്ഷൻ 55 നമ്മുടെ സെക്ഷൻ 15A പ്രകാരം എന്ത് ചെയ്യാം, നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ 15A തൊട്ട് എന്ത് ചെയ്യാം, നമുക്കൊന്ന് നോക്കി വരാം. ഓക്കെ, നമുക്ക് 15 തൊട്ട് നോക്കാം. 15 പറയുന്നത് എന്താണ്, ലൈസൻസ് ഇല്ലാതെ കള്ളൊഴികെയുള്ള മദ്യമോ ലഹരി മരുന്നോ വിൽക്കാൻ പാടില്ല എന്ന് പറയുന്നത് സെക്ഷൻ 15. ഓക്കെ, ലൈസൻസ് ഇല്ലാതെ കള്ളൊഴികെയുള്ള മദ്യങ്ങളും വിൽക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഏതാണ്? സെക്ഷൻ 15. സെക്ഷൻ 15A പറയുന്നത് എന്താണ്? 15A പറയുന്നത് 23 വയസ്സിന് താഴെയുള്ള വ്യക്തികൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല, മദ്യം ഉപയോഗിക്കാൻ പാടില്ല. സെക്ഷൻ 15A. ശിക്ഷ എന്താണ്ടാ? 5000 രൂപ വരെ പിഴ അല്ലെങ്കിൽ 2 വർഷം വരെ തടവ് അല്ലെങ്കിൽ രണ്ടും കൂടി കിട്ടും. അത് കഴിഞ്ഞ് സെക്ഷൻ 15B എന്താണ് പറയുന്നത്? 23 വയസ്സിന് താഴെയുള്ള വ്യക്തികൾക്ക് മദ്യം വിൽക്കുന്നത് നിരോധിക്കുന്നത്. സെക്ഷൻ 15B. ശിക്ഷ എന്താണ്? ശിക്ഷ സെയിം ആണ്, 5000 രൂപ വരെ പിഴ അല്ലെങ്കിൽ 2 വർഷം വരെ തടവ് അല്ലെങ്കിൽ എന്ത് ചെയ്യും, രണ്ടും കൂടി കിട്ടും. സെക്ഷൻ 15B. ഓക്കെ, അടുത്ത സെക്ഷൻ 15C എന്താണ്? സി എന്ന് പറയുമ്പോൾ പൊതുസ്ഥലത്തിൻ്റെ മദ്യത്തിൻ്റെ ഉപഭോഗം നിരോധിച്ചിരിക്കുന്ന വകുപ്പ് സെക്ഷൻ 15C. ശിക്ഷ എന്താണ്? 5000 രൂപ വരെ പിഴ അല്ലെങ്കിൽ 2 വർഷം വരെ തടവ് അല്ലെങ്കിൽ രണ്ടും കൂടി കിട്ടും. അതേ നമ്മൾ സെക്ഷൻ 55ൻ്റെ കാര്യം പറഞ്ഞു. എന്തായിരുന്നു? മദ്യത്തിൻ്റെയോ മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെയോ അനധികൃതമായ ഇറക്കുമതി, കയറ്റുമതി, അതിൻ്റെ നിർമ്മാണം, ഇതിനെയൊക്കെ കുറിച്ചാണ് സെക്ഷൻ 55 പറയുന്നത്. അത് കഴിഞ്ഞ് 55 ക്ലോസ് A എന്താണ് പറഞ്ഞത്? നിയമമോ ഉത്തരവോ ലംഘിച്ചുകൊണ്ട് മദ്യം, ലഹരി മരുന്ന് ഇവയുടെ ഇറക്കുമതി, അതിൻ്റെ കയറ്റുമതി, അതിൻ്റെ കടത്ത്, അതിൻ്റെ ട്രാൻസിറ്റ്, അതിൻ്റെ കൈവശം വയ്ക്കൽ എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 55 ക്ലോസ് A. ശിക്ഷ എന്താണ്? 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയുമാണ് സെക്ഷൻ 55A പ്രകാരം എന്ത് ചെയ്യുന്നത്, ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് പറയുന്നത്. അടുത്ത് സെക്ഷൻ 55B പറയുന്നത് എന്താണ്? നമ്മൾ പഠിച്ചു. നിയമമോ ഉത്തരവോ ലംഘിച്ചുകൊണ്ട് മദ്യമോ ലഹരി മരുന്നുകളോ നിർമ്മിക്കുന്നതിനെക്കുറിച്ചാണ് സെക്ഷൻ എന്ത് ചെയ്യുന്നത്, 55B പറയുന്നത്. ശിക്ഷ എന്താണ്? 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയുമാണ് സെക്ഷൻ 55B പ്രകാരം ലഭിക്കുന്നത്. പിന്നെ ലാസ്റ്റ് പറഞ്ഞ ഏതായിരുന്നു? സെക്ഷൻ 55F ആണ്. എന്താണ്? അബ്കാരി നിയമത്തിന് വിരുദ്ധമായി മദ്യം നിർമ്മിക്കുന്ന ഏതെങ്കിലും ഡിസ്റ്റിലറി, ബ്രൂവറി, വൈനറി അല്ലെങ്കിൽ മറ്റ് ഫാക്ടറികൾ നിർമ്മിക്കുന്നത് അല്ലെങ്കിൽ അതൊക്കെ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ചാണ് സെക്ഷൻ 55F പറയുന്നത്. ശിക്ഷ എന്താണ്? ശിക്ഷ സെയിം ആണ്. നമ്മുടെ 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയുമാണ് സെക്ഷൻ 55F പ്രകാരം ശിക്ഷ കിട്ടുന്നത്. ഓക്കെ, 55F ആയാലും 55B ആയാലും 55A ആയാലും ശിക്ഷ എന്താണ്? സെയിം ആണ്. 55
എ, 55B, 55F. ശിക്ഷ എന്താണ്? സെയിം ആണ്. 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയും. സെയിം നമ്മുടെ ശിക്ഷയാണ്. സിമ്പിളാണ് പഠിക്കാൻ. പക്ഷേ ചെറിയൊരു കോംപ്ലിക്കേഷനും വരാം. കാരണം എന്താണ്? നമ്മൾ കുറേ സെക്ഷൻസ് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ സെക്ഷൻസിനെ ഒന്ന് എന്ത് ചെയ്യുക, ഓടിച്ച് എഴുതി വയ്ക്കുക, അല്ലെങ്കിൽ ഒന്ന് റിപ്പീറ്റ് അടിച്ച് പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. സെക്ഷൻസ് ആണ് എനിക്കറിയാം, കുറച്ച് പാടാണ്, നിങ്ങൾ കുറച്ച് എഴുതി വെച്ച് പഠിക്കണം. റിപ്പീറ്റ് അടിച്ച് കാണാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യണം. ഓക്കെ, മാക്സിമം നമ്മുടെ സെക്ഷൻസ് ഒന്ന് എഴുതി വെച്ചോ. കാരണം നമ്മുടെ കഴിഞ്ഞ CPOയ്ക്ക് അത്രയും ആഘാതമായിട്ട് പഠിച്ചു എന്ത് ചെയ്തു, പിള്ളേർ പോയി. പക്ഷേ നമ്മുടെ CPOയ്ക്ക് എക്സാമിന് ചോദിച്ച് എന്തായിരുന്നു, സിമ്പിൾ ചോദ്യങ്ങളായിരുന്നു. മനസ്സിലായോ? അതേപോലെ ആയിരിക്കും. ഒന്നും പറയാൻ പറ്റില്ല, പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ അങ്ങനെ പറയുന്ന ഏതെങ്കിലും യൂട്യൂബ് ചാനലോ ഉണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും അവരെ വിശ്വസിക്കാൻ നിൽക്കരുത്. ഓക്കെ, അപ്പോൾ മാക്സിമം എന്ത് ചെയ്യുക, എല്ലാം ഒരു എന്താണ്, ഒരു ലക്കാണ്. കാരണം എക്സാം ഇടുന്നത് ഒരു യൂട്യൂബേഴ്സുമല്ല, ആരാണ്? നമ്മുടെ കേരള പബ്ലിക് സർവീസ് കമ്മീഷനാണ്. ഓക്കെ, ആ ഒരു ബോധം നിങ്ങൾ എന്ത് ചെയ്യുക, കൂടെ കൊണ്ട് പോവുക. അപ്പോൾ ആരെയും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങളെ ബൂസ്റ്റ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ബിൽഡ് ചെയ്ത് പോവുക. ഉറപ്പായിട്ടും പെട്ടെന്ന് എന്ത് ചെയ്യും, ജോലി കിട്ടും. സിവിൽ എക്സൈസ് ഓഫീസർ സിമ്പിളാണ്, പക്ഷേ കുറച്ച് പവർഫുൾ ആകുന്ന എന്താണ്, ഇതേപോലെയുള്ള സെക്ഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ ആ ഒരു സ്പെഷ്യൽ ടോപ്പിക്ക് മാക്സിമം പഠിച്ച് തീർത്ത് പെട്ടെന്ന് എന്ത് ചെയ്യുക, ജോലി കയറുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങളുടെ അഭിപ്രായം എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിന് പറ്റുവാണെങ്കിൽ അവർക്ക് കൂടി എന്ത് ചെയ്യുക, ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക.